നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ ഹിന്ദു സംഘടനകളെയും വിശ്വാസികളെയും സന്തോഷത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വന്നത്. സത്യത്തിൽ ഇതൊരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവിടെ തർക്കത്തിലുണ്ടായിരുന്ന ആരാധനാലയമായ ഭോജശാല, ആ ഭോജശാല ഹിന്ദുക്കളുടേതാണ്, അതൊരു സരസ്വതി ക്ഷേത്രമാണ് എന്ന് തെളിവുകൾ പരിശോധിച്ച് മധ്യപ്രദേശ് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കെട്ടിടം ഒരു വലിയ തർക്കമന്ദിരമാണ്. ഭോജശാല എന്ന ഈ അറിയപ്പെടുന്ന ഭോജശാല കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാകും. എന്നിട്ടും അതൊരു മോസ്ക് ആണെന്നും കമൽ മൗല മോസ്ക് എന്നാണ് അതിൻ്റെ പേരെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മുസ്ലിം മതവിശ്വാസികൾ ഈ കെട്ടിടം കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. അവിടെ അതിനെ തുടർന്ന് തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തെ തുടർന്ന് കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. നിയമ പോരാട്ടങ്ങളുടെ വർഷങ്ങളാണ് കടന്നുപോയത്. ഇതിനിടയിൽ കോടതി ഹിന്ദുക്കൾക്കും അവിടെ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു. ഭോജശാല കോംപ്ലക്സിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് ഹിന്ദുക്കളും ആരാധന നടത്തി വന്നു. മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ആരാധനാ നിലയങ്ങൾ ഒരുമിച്ച് ഒരേ ദിവസം വരരുത് എന്നാണ് കോടതി ഉത്തരവ്. എന്നാൽ പലപ്പോഴും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും വിശേഷ ദിവസങ്ങൾ ഒരു ദിവസം വന്നിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം ഈ ക്ഷേത്രത്തിന് കനത്ത സുരക്ഷയാണ് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. എന്തായാലും വർഷങ്ങൾ നീണ്ടുനിന്ന തർക്കമാണ് ഹൈക്കോടതി വിധിയോടുകൂടി താൽക്കാലികമായി അവസാനിക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കെട്ടിടം നിസ്സംശയം അതൊരു സരസ്വതി ക്ഷേത്രമാണ് എന്നും അതിപുരാതനമായ ഒരു സ്ട്രക്ചറാണ് എന്നും ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന ഗവേഷണം നടത്താൻ ഉത്തരവിട്ടിരുന്നു. അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ശാസ്ത്രീയമായ പരിശോധന നടന്നു. കാലഗണന അടക്കം ഈ പരിശോധനയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനും അതീതമായി പല തെളിവുകളും ഈ ഭോജശാലയുടെ കേസിലുണ്ട് എന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. അതായത് ഭോജശാല നിസ്സംശയം അതൊരു ക്ഷേത്രമാണെന്നും സരസ്വതി ക്ഷേത്രമാണെന്നും ഇത് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കണമെന്നും ഇസ്ലാം മതവിശ്വാസികൾ അവിടുത്തെ ആ ഒരു അവകാശവാദം ഉപേക്ഷിക്കണമെന്നും നമാസ് കർശനമായി അവിടെ നിരോധിക്കണമെന്നുമാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഭോജശാല എന്നത് അതിപുരാതനമായ പരാമര രാജവംശത്തിൽപ്പെട്ട രാജാവായ ഭോജരാജൻ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ആ കാലഘട്ടത്തിലെ അമൂല്യമായ വാസ്തുവിദ്യ, അതോടൊപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണം, വിഗ്രഹ നിർമ്മാണം, ഇതെല്ലാം തന്നെ വളരെ അമൂല്യമായി കരുതപ്പെടുന്നുണ്ട്. അതിൻ്റെ ചരിത്ര ശേഷിപ്പുകളാണ് ഭോജശാലയിലുള്ളത്. ആ ശേഷിപ്പുകളാണ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് തിരികെ കിട്ടുന്നത്. എന്നാൽ ഈ ഭോജശാലയുമായി ബന്ധപ്പെട്ട് അധികമാരും ചർച്ച ചെയ്യാത്ത മറ്റൊരു വിഷയം കൂടിയുണ്ട്. കാരണം ആ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം കാലങ്ങൾക്ക് മുമ്പ് മോഷണം പോയിരുന്നു. അതായത് ഈ ഭോജരാജാവ് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഇവിടെ ധാരാളം തീർത്ഥാടകർ ആരാധനയ്ക്കായി എത്തിയിരുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഭോജശാല ക്ഷേത്രം. ആ ഭോജശാല ക്ഷേത്രത്തിൽ വാഗ്ദേവതയായ സരസ്വതിയാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. മാർബിളിൽ തീർത്ത വളരെ അമൂല്യമായ വിലമതിക്കാനാകാത്ത ഒരു വിഗ്രഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മുഗൾ രാജവംശത്തിൻ്റെ ആക്രമണങ്ങൾ ഭാരതത്തിൽ ഉണ്ടായതോടുകൂടി തച്ചു തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഈ ഭോജശാല ക്ഷേത്രവും പെടുന്നു. അങ്ങനെ ഈ വിഗ്രഹമടക്കം തകർക്കുകയും അവിടെ ക്ഷേത്രം തകർത്ത് മണ്ണിനടിയിലേക്ക് ഈ വിഗ്രഹം പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു ബ്രിട്ടീഷ് ജനറലാണ് മണ്ണിനടിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ വിഗ്രഹം കണ്ടെത്തുന്നത്. 1975 ഒരു ബ്രിട്ടീഷ് ജനറൽ ഈ വിലമതിക്കാനാകാത്ത സരസ്വതി വിഗ്രഹം കൈക്കലാക്കുന്നു. 1986 1991 ഇടയിൽ ഈ വിഗ്രഹത്തെ കടൽ കടത്തി. പിന്നീട് 1909 ഈ വിഗ്രഹം ഔദ്യോഗികമായി ബ്രിട്ടൻ്റെ ഒരു മ്യൂസിയം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും വിഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ വിഗ്രഹം മോഷ്ടിച്ച് കടൽ കടത്തപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ഭോജരാജ ക്ഷേത്രം. ക്ഷേത്രം ആദ്യം മുഗളന്മാർ തകർക്കുന്നു. പിന്നീട് ആ വിഗ്രഹം ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു. അതിപ്പോഴും ലണ്ടനിലെ ഒരു മ്യൂസിയത്തിലുണ്ട്. ഇതടക്കമുള്ള തെളിവുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിഗ്രഹം എത്രയും വേഗം ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പുരാവസ്തുക്കൾ, ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കൾ ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുമെല്ലാം ഇന്ത്യ ഈ അടുത്ത കാലത്തായി തിരികെ എത്തിക്കുന്നുണ്ട്. ഭോജശാല ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു നിയമ തീരുമാനം ഉണ്ടായതോടുകൂടി ഉടൻ തന്നെ ഈ വിഗ്രഹം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന
സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് നടത്തുമെന്നാണ് സൂചന. ബ്രിട്ടൻ ഇത്തരത്തിലുള്ള നിരവധി വിഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഗ്രഹം ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതാണെന്നും ഇന്ത്യക്ക് അത് തിരികെ നൽകേണ്ടതാണ് എന്നും ബ്രിട്ടീഷ് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ സരസ്വതി വിഗ്രഹവും ഉടൻ ഭോജശാലയിലേക്ക് വരും. കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അമൂല്യമായ ആ വിഗ്രഹം, കടൽ കടന്ന് കടത്തപ്പെട്ട ആ വിഗ്രഹം നേരെ ഇന്ത്യയിലേക്ക് തിരികെ വരുന്നതോടുകൂടി മധ്യപ്രദേശിൽ വലിയ ഉത്സവം തുടങ്ങും എന്നാണ് സൂചന. ഇപ്പോൾ ഹൈക്കോടതി വിധി മാത്രമേ വന്നിട്ടുള്ളൂ. നിയമപരമായി മറ്റു പല കടമ്പകളും ഇനി കടക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയിലടക്കം ഈ കേസ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യ കടമ്പ കടന്നിരിക്കുന്നു. ഹിന്ദുക്കൾക്ക് ആ ഭോജരാജ ക്ഷേത്രം ലഭിക്കുന്നു. അവിടെ ഭോജശാല ക്ഷേത്രം എന്ന വലിയ പുരാതനമായ സരസ്വതി ക്ഷേത്രം, അതിൻ്റെ ഉടമസ്ഥാവകാശം ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നു. അവിടുത്തെ മുഴുവൻ ആരാധനാ സ്വാതന്ത്ര്യവും ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നു. നമാസ് ക്ഷേത്ര പരിസരത്ത് നിരോധിക്കുന്നു. അതോടൊപ്പം തന്നെ മോഷ്ടിക്കപ്പെട്ട വിഗ്രഹം ലണ്ടനിൽ നിന്ന് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കുന്നു.